യാത്രകൾ പോകുന്നതിനോടൊപ്പം തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്താണ് കിട്ടുന്നത് വെച്ചാൽ അവിടുത്തെ ഫുഡുകളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പോയ ടൂറിസ്റ്റ് സ്പോട്ടിലേ അല്ല ഇത് നമ്മൾ കാശ്മീരിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് എയർപോർട്ടിൽ നിന്ന് കഴിച്ച ഫുഡാണ്. ഇത് നമ്മൾ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അതൊന്ന് കാണിച്ചത്. പിന്നെ നമ്മളിത് കാണുന്നത് നമ്മൾ ദൂദ്പത്രി പോയപ്പം അവിടുന്ന് കഴിച്ച ഫുഡാണ്. ദൂദ്പത്രിയിൽ കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള മക്ക റൊട്ടിയും അതിൻ്റെ കൂടെ ചട്നിയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ പലയിടത്തും പോയി പല ഫുഡുകൾ കഴിക്കുമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിഫറൻസ് ആയിരിക്കും. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്നതും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റൊട്ടി ഇഷ്ടപ്പെട്ടു. ചൂടോടെ ഇത് കഴിക്കാൻ വിത്ത് അവർ തരുന്ന ഒരു പുളിയുള്ളൊരു ചട്നിയും സലാഡും അച്ചാറും ഒക്കെ കൂട്ടിയാണ് നമുക്കിത് തരുന്നത്. അത് കൂട്ടി ഇത് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി ഒന്ന് ഹാർഡാവുന്നുണ്ട്. പിന്നെ നിങ്ങൾ മേടിച്ചുകൊണ്ടൊക്കെ വരുവാണെങ്കിൽ നാട്ടിലോട്ടൊക്കെ വരുന്നവരുണ്ട്, അങ്ങനെ ഒത്തിരി പേര് വരുന്നതായിട്ട് അറിഞ്ഞു. അങ്ങനെ മേടിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ റൊട്ടി മാത്രം കൊണ്ടുവന്ന് വീണ്ടും വന്നൊന്ന് റീഹീറ്റ് ചെയ്ത് ചിലപ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്തില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ അവിടെ പലയിടത്തും ധാരാളം കുക്കീസ് ലഭിക്കുന്നുണ്ട് കാശ്മീരിലെ കോക്കനട്ട് ഫ്ലേവറിൻ്റെയും കോക്കനട്ട് ഷേപ്പിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ 2-3 കുക്കീസും ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ എന്ന് പറയാം. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോഴെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന കാവയായിരുന്നു. അപ്പോൾ അത് മാറ്റി ഇന്നൊരു ചായ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു മസാല ചായ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ സാൾട്ട് ഇട്ട ചായയും ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡുകൾ. അപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തടുത്ത് പോയപ്പോൾ അവിടുത്തെ നേറ്റീവിൽ കിട്ടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ നോക്കി റെസ്റ്റോറൻറ്റുകൾ നോക്കിയാണ് നമ്മൾ കയറിയത്. ആ ഫുഡുകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് നമ്മൾ ഗുൽമാർഗ് പോയതിന് തിരിച്ചു വരുന്ന സമയത്ത് ടാൻമാർഗിൽ നിന്ന് ഡിന്നർ കഴിച്ചിട്ടാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയിലോട്ട് പോയത്. അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടുന്ന് കഴിച്ച ഫുഡാണ് കാണിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. നല്ല ഹൈജീനായിരുന്നു. ചിക്കൻ പാസ്തയും ബ്രെഡ് ഓംലെറ്റും ആയിരുന്നു അവിടുന്ന് കഴിച്ചിരുന്നത്. അപ്പോൾ ഇതും അതുപോലെ നമ്മൾ ഗുൽമർഗിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ റെസ്റ്റോറൻറ്റുകളുടെ വഴിയും റൂട്ടും കൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഈ വഴി എന്തായാലും ഗുൽമർഗൊക്കെ പോകുമ്പോൾ എന്തായാലും നിങ്ങൾ ഈ വഴിയേ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലഞ്ചിനാണേലും ഡിന്നറിനാണേലും ഈവൻ അല്ല ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും കയറാവുന്ന ഒരു റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ ലൊക്കേഷൻ സൈഡ് ഇങ്ങനെ കാണിച്ചു തരുന്നത്, റെസ്റ്റോറൻറ്റ് പേരുമെല്ലാം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് അകത്തിരുന്ന് കഴിക്കും, ഇതുപോലെ പുറത്തു വീട്ടിലുള്ള ഡൈനിങ്ങേ ഉണ്ട്. നമ്മളെന്തായാലും പുറത്തായിരുന്നത്. ഇവിടെ നമ്മൾ കഴിച്ചത് ചിക്കൻ പുലാവും അതുപോലെ ചിക്കൻ കറിയുമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വഴിക്കൊക്കെ വരുമ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളത് നോക്കി ഓർഡർ ചെയ്യണം. ഇപ്പം നമ്മൾ ആ ഒരു ആൾക്കുള്ള ചിക്കൻ കറിയും അതുപോലെ ഹാഫ് ചിക്കൻ കറി എന്നാണ് പറഞ്ഞത്, ഹാഫ് ചിക്കൻ കറിയും ഫ്രൈഡ് റൈസൊക്കെ മേടിച്ച് തന്നെ ഞങ്ങൾ 4 പേര്, അതായത് ഞങ്ങൾ 2 അഡൽട്ട്സും 2 കുട്ടികളും കഴിച്ചിട്ടും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ ലഭിക്കുന്ന റൈസ് ഐറ്റംസുകൾക്കെല്ലാം കേട്ടോ. അപ്പോൾ അതുപോലെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എല്ലായിടത്തും. അങ്ങനെ റേറ്റ് കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല റേറ്റാണ്. 800-700 നമ്മളൊന്ന് നാട്ടിലൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ ഇരട്ടി ആവുന്നുണ്ട്. പക്ഷേ അതുപോലെ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം നമ്മൾ ആളിനനുസരിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓർഡർ ചെയ്യുക. പിന്നെ വേണമെങ്കിൽ വീണ്ടും ഓർഡർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്ന പോലെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആണെങ്കിൽ ഒരു പ്ലേറ്റ് പറഞ്ഞാൽ 2 എണ്ണം കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. റൈസ് ഐറ്റംസൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം, ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. ഇവൻ പുലാവ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ അതിനനുസരിച്ച് ഓർഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ചപ്പാത്തി റൊട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണത്തിനനുസരിച്ച് പറയാവുന്നതാണ്. പിന്നെ നമ്മളതുപോലെ ലാൽ ചോക്ക് കണ്ടപ്പോൾ അവിടെ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ കണ്ടൊരു ഗ്രിൽ ഹൗസ് എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ ഈ കയറിയത്. അപ്പോൾ ഇവിടെ തന്തൂരി ഐറ്റംസും എല്ലാം കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ പിള്ളേർക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിസ്സയും നമ്മൾ ലച്ചപ്പറാത്തയും ബട്ടർ ചിക്കനുമാണ് ഇവിടെ നിന്ന് കഴിച്ചത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. റേറ്റ് പിന്നെ പറയുന്നില്ല, എല്ലായിടത്തും നല്ല റേറ്റ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ റേറ്റിൻ്റെ കാര്യം പ്രത്യേകം ഞാൻ പറയാത്തതാണ് കേട്ടോ. എല്ലായിടത്തും അത്യാവശ്യം നല്ല റേറ്റുണ്ട്. അങ്ങനെ ചീപ്പ് റേറ്റിലൊന്നും ഫുഡൊന്നും കിട്ടിയിട്ടില്ല. വെള്ളത്തിന് പോലും ചിലയിടത്ത് 60-80 രൂപ ഒരു ബോട്ടിലായിട്ടുണ്ട്. ശ്രീനഗറിലും പിന്നെ ചില സ്ഥലത്ത് മാത്രം നമുക്ക് 20 രൂപയ്ക്കും 25 രൂപയ്ക്കൊക്കെ ബോട്ടിൽ വാട്ടർ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതും നിങ്ങളെടുത്ത് അതുപോലെ നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേകളിലും നമുക്ക് വാട്ടർ ലഭിക്കുന്നില്ലായിരുന്നു. നമ്മൾ സെപ്പറേറ്റ് പറയുമ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ കൊണ്ടുതരും, അതവർ ബില്ലിൽ ആഡ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഷാലിമാർ ഗാർഡൻ കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ച ലഞ്ചാണ്. നമ്മളതുപോലെ മട്ടൻ പുലാവും മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മട്ടൻ്റെ ഇതൊക്കെ വെച്ചവരിങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തന്നേന് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം സ്പൈസി ആയിരുന്നു. അത് ഞങ്ങൾക്ക് 2 എണ്ണം ഓർഡർ ചെയ്ത് ഭയങ്കര അധികമായിപ്പോയി, ഒത്തിരി വേസ്റ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മളിത്
നമ്മൾ സോനമർഗിൽ പോകുന്ന വഴിക്ക് കഴിച്ചതാണ്. സോനമർഗിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ലഞ്ച് കഴിച്ച ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും, വെജിറ്റേറിയൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കയറിയ ഹോട്ടലിൽ വെജിറ്റേറിയൻ ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ടേസ്റ്റി ആയിട്ടായിരുന്നു. പിന്നെ നമ്മൾ ശ്രീനഗർ മെയിനായിട്ട് കഴിച്ച മുഗൾ ദർബാറിൽ നിന്നാണ്. ഇവിടുത്തെ മെയിൻ ഡിഷാണല്ലോ കാശ്മീരി വസ്വാൻ, അവ കഴിക്കാൻ കയറിയതാണ്. അങ്ങനെ ഗൂഗിളിൽ റേറ്റിംഗ് ഒക്കെ നോക്കി അങ്ങനെ നമ്മൾ കയറിയതാണ്. ഫുഡ് നല്ല ഒരു വസ്വാൻ ഓർഡർ ചെയ്താൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ അധികം ഉണ്ട് കേട്ടോ. നമുക്ക് 2 പേർക്കൊന്നും 2 അഡൽസിനൊക്കെ ധാരാളം അധികമാണ്. അല്ലെങ്കിൽ അതുപോലെ കഴിക്കുന്നവരാണെങ്കിൽ മാത്രമേ മൊത്തമൊക്കെ കഴിച്ച് ചേർക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അതും ബാക്കി വരുന്നുണ്ട്. അത് ഒരു തരം വൈറ്റ് റൈസും പുലാവും പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ മട്ടൻ്റെ ഒത്തിരി ഐറ്റംസും ഒക്കെ ആയിട്ടുള്ളതാണ് കാശ്മീരി വസ്വാൻ. ഇതെന്തായാലും നിങ്ങൾ 1 ടൈമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവിടുത്തെ ഒരു അഥൻറ്റിക് വിഭവമാണ്. പിന്നെ നമുക്ക് മെക്കിയെടുത്ത് കിട്ടുന്നതാണ് സ്റ്റഫ് ചെയ്ത പറാത്ത. ഇത് ആലുവിൻ്റെ കിട്ടും, പനീർ കിട്ടും, ഗോബി, അങ്ങനെ പല പല ഇതിലുള്ള കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് പലയിടത്തുനിന്നും കിട്ടി, പല ടേസ്റ്റുമാണ്, പല ഭാവമാണ്. പക്ഷേ ഇവിടുന്ന് കഴിച്ച് നമ്മൾ ആദ്യം ഇപ്പോൾ നിങ്ങൾ കഴിച്ചത് കണ്ടില്ലേ, അവിടെ നമ്മൾ കഴിച്ചത് കട്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് വരുന്ന വഴിക്കാണ് കഴിച്ചത്. അവിടുന്ന് കഴിച്ച ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അവിടുന്ന് ആലുവിൻ്റെ കഴിച്ചത്. പക്ഷേ ഒരെണ്ണം ആലും ഞങ്ങൾ വന്ന് പനീറോ മേടിച്ച ഒരാൾക്ക്, അങ്ങനെ മാറി കഴിച്ചും 2 നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് കാശ്മീരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു പറയുന്നത് നമ്മുടെ കാശ്മീരി കാവ തന്നെയാണ്. ഇത് കാശ്മീരി കാവയും നമ്മൾ വരുന്ന വഴിക്ക് കഴിച്ച് സ്റ്റഫ് പറാത്തയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ കാശ്മീർ വന്നിട്ടും പലയിടത്തും സ്ഥലങ്ങളിൽ പോയിട്ടൊക്കെ പലയിടത്തും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, ഇവിടെ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പറാത്തയൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ കഴിച്ചെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ റൂട്ടിൽ മാത്രമായിരുന്നു കേട്ടോ. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഇഷ്ടപ്പെടുന്ന സ്പോട്ടിലും കാണാം. പിന്നെ മെയിനായിട്ട് സ്നാക്സ് അവിടെ ഇങ്ങനെ കുറേ വടകളും ഞാൻ പറയേ അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ നമുക്ക് കാണുന്ന കുക്കീസ് ഐറ്റംസൊക്കെയാണ്. അതൊക്കെയാണ് മെയിനായിട്ട് അവിടെ കാണുന്ന സ്നാക്സുകളൊക്കെ. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതൊരു ചിക്കൻ ബിരിയാണിയാണ്. നമ്മൾ സോനമാർഗിൽ സ്റ്റേ ചെയ്ത് അവിടുത്തെ പറഞ്ഞ് അവിടുന്ന് ഉണ്ടാക്കിയതാണ്. കാശ്മീരി ചിക്കൻ ബിരിയാണി പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ റൈസൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്, നല്ല ടേസ്റ്റുള്ള റൈസൊക്കെയാണ്. ചിക്കനും എല്ലാം നന്നായിട്ട് പീസൊക്കെ ഉണ്ട്. റൈസ് നമുക്ക് 2 പേർക്കൊക്കെ പറഞ്ഞാൽ ധാരാളം ഉണ്ട് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ മെയിനായിട്ട് കാണുന്ന സ്നാക്സ് എന്ന് പറയുന്നത് പക്കവട, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ കുക്കീസ് ഐറ്റംസ്, പിന്നെ കുറേ ഐറ്റംസ് ഇങ്ങനെ ഫ്രൈഡ് ആയിട്ടുള്ളതുണ്ട്, ബ്രെഡിൻ്റെ ഐറ്റംസും ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ സ്നാക്സുകളൊന്നും അധികം ട്രൈ ചെയ്തില്ല, പിള്ളേർക്കിന് വേണ്ടി മാത്രം മേടിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. പറാത്തകളൊക്കെ പലയിടത്തും പല ടേസ്റ്റൊക്കെ ആയിരുന്നു. നമ്മൾ താമസിച്ച ഹോം സ്റ്റേ എന്ന് അവർ തന്നതാണ്. പിന്നെ നമ്മൾ ഇവിടെ ടാൻമർഗിൽ താമസിച്ച ഹോം സ്റ്റേ ആണിത്. ഇവിടുന്ന് നമ്മൾ പറയുന്ന ഫുഡുകൾ ഉണ്ടാക്കി തരും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞതും ബ്രെഡ് ഓംലെറ്റും അതുപോലെ മാഗി ആയിരുന്നു പിള്ളേർക്ക് പറഞ്ഞത്. പക്ഷേ നമ്മൾ തലേദിവസം ടാൻമർഗിൽ ഹോട്ടലിൽ നിന്ന് കഴിച്ച ബ്രെഡ് ഓംലെറ്റ് അടിപൊളിയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്, നമുക്ക് സെയിം ഫുഡൊക്കെ ആണെങ്കിലും പലരുണ്ടാക്കുമ്പോൾ പല കൈകളിൽ വരുമ്പോൾ പല ടേസ്റ്റുകളാണല്ലോ, അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഹോം സ്റ്റേയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് പറഞ്ഞാൽ കാശ്മീർ വിൻറ്റേജ് ഹോം സ്റ്റേയിലെ ഫുഡായിരുന്നു. അവിടുന്ന് നമുക്ക് തന്ന ഡിന്നറും സൂപ്പറായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റും സൂപ്പറായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്റ്റഫ് ചെയ്ത പൊറാട്ട, ബ്രെഡ്, പിന്നെ പോഹയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോഹയാണ്. നല്ല ടേസ്റ്റ്, ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള പോഹ ഞാൻ എവിടെ നിന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.